മഹാലക്ഷ്മി സീരിയലിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ പ്രതാപനെ ചികിത്സിച്ച് ഡോക്ടറിന്റെ അടുത്ത് നിന്നും പല കാര്യങ്ങളും അറിയുന്നു. അതിൽ വാമദേവനും പങ്കുണ്ടെന്ന് അതിൽ നിന്നും മനസ്സിലാവുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ ആ ഡോക്ടറോടായിട്ട് പറയുന്നുണ്ട്, അയാളുടെ മകളാണെങ്കിൽ എൻ്റെ ഭാര്യയെ തള്ളിയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു. എൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞിനും ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്കറിയില്ല. എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയവരൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ പ്രതാപനും വാമദേവനും ഇനി കേസ് ഒഴിഞ്ഞ ഒരു നേരമുണ്ടാവില്ല എന്ന് കണ്ണൻ കൂട്ടിച്ചേർക്കുന്നു. അങ്ങനെ പ്രതാപന്റെ വീട്ടുമുറ്റത്തേക്ക് ഒരു പോലീസ് ജീപ്പ് വരികയാണ്. ഇത് കാണുന്ന കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ചു പോകുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പേടിച്ചുകൊണ്ട് തന്നെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, അച്ഛ അതേ പുറത്തൊരു പോലീസ് ജീപ്പ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പ്രതാപനും മുത്തശ്ശിയും ഞെട്ടലോടെ എഴുന്നേൽക്കാണ്. അങ്ങനെ പോലീസ് ആണെങ്കിൽ പ്രതാപന്റെ വീടിനകത്തേക്ക് കയറി വരികയാണ്. ഇത് കാണുന്ന കരുണയാണെങ്കിൽ ആകെ പേടിച്ച് ഭയന്നു പോവുകയാണ്. എന്തു വന്നാലും ജയിലിൽ കിടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ കരുണയുടെ ആ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന നിമിഷമാണ് ആ സമയം. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ കരുണയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോലീസ് ആണെങ്കിൽ പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം മുത്തശ്ശിയാണെങ്കിൽ എൻ്റെ മോനെ കൊണ്ടുപോകരുതെന്നെല്ലാം പറയുന്നു. അതേസമയം പോലീസ് പറയുന്നുണ്ട്, ഇതുപോലെ നിങ്ങളുടെ കൊച്ചുമോളെയും കൊണ്ടുപോകേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്നെല്ലാം പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ഒരു ഞെട്ടലോടുകൂടി തന്നെ കേട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ശേഷം പ്രതാപനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ്. അങ്ങനെ പ്രതാപനോട് SI ആണെങ്കിൽ പറയുന്നുണ്ട്, 20 വർഷം മുൻപ് നടന്ന ഒരു ലോറി ആക്സിഡന്റിലെ എല്ലാ പ്രതികളെയും ഞാൻ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പ്രതാപനോടായിട്ട് പറയുന്നു. ഇത് കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ഒരു അമ്പരപ്പോടെ തന്നെ പോലീസിനെ നോക്കുകയാണ്. അതേസമയം വാമദേവനാണെങ്കിൽ ലോക്കപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് പ്രതാപൻ കാണുന്നു. അങ്ങനെ ഷോക്കായി പോവാണ്. ആ സമയം പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നത് വാമേട്ടനെ ആരാണ് കുടുക്കിയതെന്ന് അങ്ങനെ ആലോചിക്കുകയാണ്. പോലീസ് ആണെങ്കിൽ വാമദേവനോടും പ്രതാപനോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്കൊരു ജാമ്യം പോലും കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കണ്ണൻ നിങ്ങളെ പൂട്ടിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ വാമനും പ്രതാപനും ചോദിക്കുന്നുണ്ട്, 20 വർഷം മുൻപ് നടന്ന കേസിന് യാതൊരു ദൃക്സാക്ഷികളും ഇല്ലായതെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങൾക്കെതിരെയുള്ള എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. ഇനി നിങ്ങൾ എന്തായാലും പുറം ലോകം കാണാനുള്ള സാധ്യത കുറവാണെന്നും കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് കരുണയാണെങ്കിൽ അച്ഛനെ പോലീസ് കൊണ്ടുപോയത് ഓർത്ത് പൊട്ടിക്കരയാണ്. ഇതിനിടയിൽ ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയാണ്. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. മറ്റൊരു ത്രില്ലിംഗ് ആയ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.